Good morning, dear children. Welcome to our science class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ലെറ്റ് us revise some points. നമ്മൾ 9th ചാപ്റ്ററായ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് their surroundings ആണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ആദ്യം നമ്മൾ എന്ത് നോക്കി? ഹാബിറ്റാറ്റ് എന്താണെന്ന് നോക്കി. ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് എ ഹാബിറ്റാറ്റ്? The surroundings or place where organisms live is called their habitat. ഒരു ഓർഗാനിസം ജീവിക്കുന്ന അതിൻ്റെ പ്രകൃതിയാലുള്ള ചുറ്റുപാടിനെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ അഡാപ്റ്റേഷനാണ് നോക്കിയത്. അഡാപ്റ്റേഷൻ എന്താ? ഒരു ജീവി അത് ജീവിക്കുന്ന ചുറ്റുപാടിനോട് ഇണങ്ങി ജീവിക്കുവാനുള്ള അതിൻ്റെ ബോഡിയുടെ കഴിവിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ് പറഞ്ഞു. ദാറ്റ് മീൻസ് ഒരു ഹാബിറ്റാറ്റിലുള്ള ലിവിങ് തിങ്സ്, ജീവനുള്ള വസ്തുക്കളെയെല്ലാം ബയോട്ടിക് കമ്പോണൻസും നോൺ ലിവിങ് തിങ്സിനെയെല്ലാം അബയോട്ടിക് കമ്പോണൻസും എന്ന് പറയുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ടെറസ്ട്രിയൽ ആൻഡ് അക്വാറ്റിക് ഹാബിറ്റാറ്റ്സ് നോക്കി. ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് മീൻസ് ദ ഹാബിറ്റാറ്റ് ഇൻ ലാൻഡ്, കരയിലുള്ള ഹാബിറ്റാറ്റ്സിനെയെല്ലാം നമ്മൾ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ് എന്നും വാട്ടറിലുള്ള ഹാബിറ്റാറ്റ്സിനെയെല്ലാം അക്വാറ്റിക് ഹാബിറ്റാറ്റ്സ് എന്നും ആണ് പറയുന്നത്. ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സിൽ നമ്മൾ നോക്കിയത് ഡെസേർട്സ്, മൗണ്ടെയ്ൻസ്, ഗ്രാസ് ലാൻഡ്സ് ഇവയൊക്കെ നോക്കിയായിരുന്നു. അതുപോലെ അക്വാറ്റിക് ഹാബിറ്റാറ്റ്സിൽ നമ്മൾ ഏതൊക്കെയാണ് നോക്കിയത്? ഓഷൻസ്, പോൺസ്, ലേക്സ് ഇതൊക്കെ നോക്കി. ഈ ഹാബിറ്റാറ്റ്സിലൊക്കെ ഉള്ള മെയിനായിട്ടുള്ള അനിമൽസിൻ്റെ പ്രത്യേകതകളും നമ്മൾ നോക്കിയായിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കാം? നെക്സ്റ്റ് പാർട്ട് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ലിവിങ് ബീയിങ്സ്. ജീവനുള്ള വസ്തുക്കളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദർ ആർ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അറൗണ്ട് അസ്. നമ്മൾ ചുറ്റിലും നോക്കുകയാണെങ്കിൽ നമുക്ക് ലിവിങ് തിങ്സും കാണാൻ കഴിയും, നോൺ ലിവിങ് തിങ്സും കാണാൻ കഴിയും, അല്ലേ? ലിവിങ് തിങ്സ് എന്താ, നോൺ ലിവിങ് തിങ്സ് എന്താ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ പഠിക്കുന്നതാണ്. ട്രീസ്, creepers, small and big animals, birds, snakes, insects, etc. are some living things. അപ്പോൾ trees, creepers, small and big animals, birds, snakes, insects ഇവയൊക്കെ എന്താ? ലിവിങ് തിങ്സ് ആണ്. ലൈഫുള്ള അതാണ് ലിവിങ് തിങ്സ്. നെക്സ്റ്റ് ചെയർ, ടേബിൾ, സ്റ്റോൺ, കോയിൻ, റോക്ക്, സോയിൽ, വാട്ടർ, എയർ എക്സെട്ര ആർ നോൺ ലിവിങ് തിങ്സ്. ജീവനില്ലാത്തതാണ് നോൺ ലിവിങ് തിങ്സ്. നെക്സ്റ്റ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. ലിവിങ് തിങ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്യാരക്ടർ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. എല്ലാ ലിവിങ് തിങ്സിനും എന്താവശ്യമുണ്ട്? ഫുഡ് ആവശ്യമുണ്ട്. ഫുഡ് ഗീവ്സ് us എനർജി ടു ഗ്രോ ആൻഡ് ടു മെയിൻറ്റെയിൻ അതർ ലൈഫ് പ്രോസസ്സസ്. ഫുഡ് എന്തൊക്കെ തരുന്നു? വളരാനും മറ്റുള്ള ജീവൽ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള എനർജി തരുന്നത് ആരാണ്? ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് ലിവിങ് തിങ്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ലിവിങ് തിങ്സ് നീഡ് ഫുഡ് ഈസ് എ മെയിൻ ക്യാരക്ടറിസ്റ്റിക്. നെക്സ്റ്റ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ലിവിങ് തിങ്സ് ഷോ ഗ്രോത്ത്. ലിവിങ് തിങ്സ് എല്ലാം എന്ത്? വളർച്ച, ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. All living organisms show growth. Young ones of animals grow into adults. വളർച്ച നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കുഞ്ഞുങ്ങൾ വളർന്ന് അഡൽട്സ് വലിയ ആൾക്കാരായിട്ട് മാറുന്നു. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഓൾസോ ഗ്രോ. സ്മോൾ പ്ലാന്റ്സ് ഗ്രോ ഇൻ ടു ട്രീസ്. ചെറിയ പ്ലാന്റ്സ് വളർന്ന് ട്രീസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഓൾ ലിവിങ് ഓർഗാനിസംസ് ഷോ ഗ്രോത്ത്. Next, third characteristic is living things respire. Living things respire. All living organisms respire. എല്ലാ ലിവിങ് ഓർഗാനിസമും എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പയർ ചെയ്യുന്നുണ്ട്. ബ്രീതിങ് ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എന്ത്? ബ്രീത്തിങ്. ഇൻ റെസ്പിറേഷൻ ബ്രീത്ത് ഇൻ ഓക്സിജൻ ആൻഡ് ബ്രീത്ത് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. റെസ്പിറേഷൻ്റെ സമയത്ത് അകത്തേക്ക് എടുക്കുന്നത് ഓക്സിജനും പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അത് എല്ലാ ലിവിങ് തിങ്സും അങ്ങനെ തന്നെയാണ്. പ്ലാന്റ്സ് ഓൾസോ. എർത്ത് വേംസ് ബ്രീത്ത് ത്രൂ സ്കിൻ. നമ്മൾ വലിയ മറ്റ് ജീവികൾ എന്താ? നമ്മുടെ
റെസ്പിറേറ്ററി സിസ്റ്റം ലങ്സ് ഉപയോഗിച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്, റെസ്പയർ ചെയ്യുന്നത്. പക്ഷേ മറ്റ് കുറച്ച് ജീവികളുണ്ട്, അവയൊക്കെ ലങ്സ് ഉപയോഗിച്ചിട്ടല്ല, അവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് വേറെ വേറെ ഓർഗൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എർത്ത് വേംസ് ആണ്. എർത്ത് വേംസ് ബ്രീത്ത് ത്രൂ സ്കിൻ. എർത്ത് വേംസ് അവരുടെ സ്കിൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രീത്ത് ചെയ്യുന്നത്. ഫിഷ് ഹാവ് ഗിൽസ് ഫോർ യൂസിങ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഫിഷിന് ഗിൽസ് ഉണ്ട്, ചെകിളപ്പൂക്കളുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് വാട്ടറിൽ ഡിസോൾവ്ഡ് ആയിരിക്കുന്ന ഓക്സിജനെ അവർ വലിച്ചെടുക്കുന്നത്. പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ ടൈനി പോസ് പ്രസൻറ്റ് ഇൻ ലീവ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നത് എന്താ, ഇലകൾ, ലീവ്സിലുള്ള ചെറിയ പോസ്, സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്ന സ്മോൾ പോസ് വഴിയാണ് പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് ക്യാരക്ടറിസ്റ്റിക് ആണ് ലിവിങ് തിങ്സ് റെസ്പയർ. നെക്സ്റ്റ് ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക് ഈസ് ലിവിങ് തിങ്സ് റെസ്പോണ്ട് ടു സ്റ്റിമുലൈ. എല്ലാ ലിവിങ് തിങ്സും സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പ്രകൃതിയിൽ നിന്നുള്ളതായാലും മറ്റ് ജീവികളിൽ നിന്നുള്ളതായാലുമുള്ള എല്ലാ ഉദ്ദീപനങ്ങൾക്കും ലിവിങ് തിങ്സ് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഓൾ ലിവിങ് തിങ്സ് റെസ്പോണ്ട് ടു സ്റ്റിമുലൈ. All plants and animals respond to light, heat and the changes around them. നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ തൊടുമ്പോൾ ചൂട് കൊണ്ട് നമ്മുടെ കൈ പൊള്ളി, നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അതിന് റെസ്പോണ്ട് ചെയ്യും, ഒന്ന് കൈ വിടും അല്ലേ, അത് ഒരു റെസ്പോൺസാണ്. അതുപോലെ തന്നെ ചെടികൾ കണ്ടിട്ടില്ലേ, നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പ്രകാശം ലൈറ്റ് എവിടെ നിന്ന് കിട്ടുന്നുണ്ടോ ആ വശത്തേക്കായിരിക്കും പ്ലാന്റ്സ് വളർന്നു വരുന്നത്. അതവർ ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. In some plants like mimosa, commonly known as touch me not, leaves close or fold when someone touches them. അതുപോലെ തന്നെ മൈമോസ കോമൺ ആയിട്ട് ടച്ച് മീ നോട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ തൊട്ടാവാടി എങ്ങനെയാണ്, അതിൻ്റെ ലീവ്സിൽ ടച്ച് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഫോൾഡ് ചെയ്യും, ഇലകൾ മടങ്ങിപ്പോവും. അപ്പോൾ അത് ഒരു റെസ്പോൺസാണ്, നമ്മൾ തൊടുന്നു എന്നുള്ള സ്റ്റിമുലസിനോടുള്ള അതിൻ്റെ റെസ്പോൺസാണ് അതിൻ്റെ ഇലകൾ ഫോൾഡ് ചെയ്തു പോകുന്നത്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ലിവിങ് തിങ്സ് എക്സ്ക്രീറ്റ്. ലിവിങ് തിങ്സ് നെക്സ്റ്റ് ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക് ആണ് ലിവിങ് തിങ്സിൻ്റെ. ലിവിങ് തിങ്സ് എക്സ്ക്രീറ്റ്. വാട്ട് ഈസ് എക്സ്ക്രീഷൻ? The process of getting rid of the wastes by the living organisms is known as excretion. ഓരോ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറന്തള്ളുന്ന പ്രക്രിയയാണ്, പുറന്തള്ളുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ എന്നറിയപ്പെടുന്നത്. ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് റിഡ് ഓഫ് ദ വേസ്റ്റ് ബൈ ദ ലിവിങ് ഓർഗാനിസംസ് ഈസ് നോൺ ആസ് എക്സ്ക്രീഷൻ. ലിവിങ് ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ, ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റിനെല്ലാം പുറന്തള്ളുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. ഓൾ ലിവിങ് ഓർഗാനിസംസ് ഷോ എക്സ്ക്രീഷൻ. എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്ത് ചെയ്യാറുണ്ട്, എക്സ്ക്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മനുഷ്യരുടെയും മറ്റ് അനിമൽസിൻ്റെയും എക്സ്ക്രീഷനൊക്കെ നമുക്ക് അറിയാം. നെക്സ്റ്റ് പ്ലാന്റ്സ് ഓൾസോ റിമൂവ് ദെയർ വേസ്റ്റ്. അനിമൽസിനെ പോലെ തന്നെ പ്ലാന്റ്സും എക്സ്ക്രീറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇലകളിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില ഇലകളിലൊക്കെ പത പോലെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് അധികം വരുന്ന വാട്ടറും അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസും ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ലിവിങ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. ഓൾ ലിവിങ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്ത് ചെയ്യാറുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് പ്രൊഡ്യൂസ് ദെയർ ഓൺ കൈൻഡ് ഈസ് കോൾഡ് റീപ്രൊഡക്ഷൻ. ഓരോ പ്ലാന്റ്സും അനിമൽസിൻ്റെയും അവരുടേതായ യങ് വൺസിൻ്റെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ് എന്ത്, റീപ്രൊഡക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. സം അനിമൽസ് പ്രൊഡ്യൂസ് ദെയർ യങ് വൺസ് ത്രൂ എഗ്സ്. സം അനിമൽസ് ഗീവ് ബർത്ത് ടു ദ യങ് വൺസ്. ചില അനിമൽസ് എന്ത് ചെയ്യുന്നു, എഗ്ഗ് മുട്ടയിടുന്നതിലൂടെയാണ് അവരുടെ യങ് വൺസിനെ സൃഷ്ടിക്കുന്നത്. എന്നാൽ മറ്റു ചില അനിമൽസ് എന്ത് ചെയ്യുന്നു, യങ് വൺസിനെ പ്രസവിക്കുന്നു. മെനി പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ത്രൂ സീഡ്സ്. സം പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ത്രൂ പാർട്സ് അതർ ദാൻ സീഡ്സ്. ആദ്യം നമ്മൾ അനിമൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ചിലർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു, ചിലർ പ്രസവിക്കുന്നു. അതുപോലെ പ്ലാന്റ്സിൽ
മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ത്രൂ സീഡ്സ്. മിക്കവാറുള്ള പ്ലാന്റ്സും സീഡ്സ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിത്തിട്ടാണ് ചെറിയ ചെടികളെ മുളപ്പിച്ചെടുക്കുന്നത്. അതുപോലെ ചില പ്ലാന്റ്സ് അതിൻ്റെ മറ്റ് പാർട്സ് ഇലയിൽ നിന്ന് ചെറിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെം മുറിച്ച് വെച്ച് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുണ്ട്. വേരിൽ നിന്ന് പുതിയ തൈ മുളച്ചു വരുന്ന ചെടികളുണ്ട്. അപ്പോൾ സീഡിൽ നിന്ന് മാത്രമല്ല മറ്റ് പാർട്സിൽ നിന്നും കുഞ്ഞു ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളും പ്ലാന്റ്സും ഉണ്ട്. നെക്സ്റ്റ് 7th ക്യാരക്ടറിസ്റ്റിക്, ലിവിങ് തിങ്സ് മൂവ്. നമുക്കെല്ലാം അറിയാം, ഓൾ ലിവിങ് തിങ്സ് മൂവ്. പ്ലാന്റ്സ് കനോട്ട് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. പ്ലാന്റ്സിന് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? മൂവ് ചെയ്യാൻ കഴിയില്ല. ദേ ഷോ അതർ കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്സ് ലൈക്ക് ഓപ്പണിംഗ് ഓർ ക്ലോസിങ് ഫ്ലവർ. പ്ലാന്റ്സിന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാത്രമേ മൂവ് ചെയ്യാൻ കഴിയാതെ ഉള്ളൂ. പക്ഷേ അവരുടെ മൂവ്മെൻ്റാണ് ഫ്ലവർ ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും അതുപോലെ കായ വലുതാകുന്നതൊക്കെ അവരുടെ മൂവ്മെൻറ്റ്സിനെയാണ് കാണിക്കുന്നത്. അനിമൽസ് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. പ്ലാന്റ്സ് എൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സ്വന്തമായി മൂവ് ചെയ്യാൻ കഴിയില്ല. അവിടെ നിന്നുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം അതിനുണ്ട്. അനിമൽസ് അങ്ങനെയല്ല. അനിമൽസിന് ഒരിടത്തു നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ്, നമ്മൾ ഇന്ന് പഠിച്ചത് ലിവിങ് തിങ്സ് ഹാവ് സെർട്ടൈൻ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ലിവിങ് തിങ്സിന് അതിൻ്റേതായ ചില കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. എല്ലാ ലിവിങ് തിങ്സിനും ഫുഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞു എന്താ? ദേ റെസ്പയർ ആൻഡ് എക്സ്ക്രീറ്റ്. അവർ റെസ്പയർ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ എക്സ്ക്രീഷനും നടക്കാറുണ്ട്. എവിടെ? ഓൾ ലിവിങ് തിങ്സിൽ. നെക്സ്റ്റ്, ദേ റെസ്പോണ്ട് ടു ദെയർ എൻവയോൺമെൻറ്റ്. അവരുടെ ചുറ്റുപാടിലും ഉള്ള ഓരോ സ്റ്റിമുലസിനും അവർ റെസ്പോണ്ട് ചെയ്യാറുണ്ട് ലിവിങ് തിങ്സ്. ഓക്കെ. നെക്സ്റ്റ്, ദേ റീപ്രൊഡ്യൂസ്. ഓൾ ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ് ടു ദെയർ യങ് വൺസ്. അവരുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് എല്ലാ ലിവിങ് തിങ്സിനും ഉണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് ദേ ഗ്രോ ആൻഡ് ഷോ മൂവ്മെൻറ്റ്. ലിവിങ് തിങ്സ് എല്ലാം വളരുന്നുണ്ട്, അതുപോലെ തന്നെ അവർ മൂവ്മെൻറ്റും കാണിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അനിമൽസ് മൂവ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് അങ്ങനെ മൂവ് ചെയ്യുന്നില്ലെങ്കിലും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സ്, ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് എല്ലാം അവയും കാണിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മളിന്ന് നോക്കിയത് ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ടെക്സ്റ്റ് നല്ലോണം വായിച്ച് നോക്കുക. നോട്ട് നീറ്റായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു. സീ യു അറ്റ് നെക്സ്റ്റ് ക്ലാസ്.